ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 17ാമത്തെ ശ്ലോകം നോക്കാം. രോഹിണീ ച മഹാഭാഗാ നന്ദഗോപാഭിനന്ദിത വ്യജരദ്ദിവ്യവാസസൃക്കണ്ഠാഭരണഭൂഷിത. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഭഗവാന്റെ ജന്മസംസ്കാരാദി കർമ്മങ്ങളൊക്കെ വളരെ മംഗളമായി നടന്ന ആ അവസരത്തിൽ ഉള്ള ഒരു ഇതാണ്. ആ ഒരു അവസരത്തിലെ ഗോകുലത്തിലെ ഓരോരോ രംഗങ്ങളിലൂടെയാണ് നമ്മളെ ഇപ്പോൾ ശ്രീ വ്യാസഭഗവാൻ കടത്തിക്കൊണ്ടു പോകുന്നത്. ഇവിടെ പലരുടെ റോള്, പലർക്ക് എന്തായിരുന്നു അവിടെ അവരുടെ കർത്തവ്യമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് രോഹിണീ ദേവിയുടെ കാര്യം പറയുകയാണ്. രോഹിണീച്ച എന്ന് പറഞ്ഞാൽ രോഹിണീ ദേവി. അപ്പോൾ രോഹിണി ദേവിയെ ഇത്രയും നേരം നമ്മൾ ഈ ചിത്രത്തിൽ കാണിക്കുന്നില്ല. വ്യാസഭഗവാൻ വർണ്ണിച്ചുകൊണ്ട് വന്നിരുന്ന ഗോകുലത്തിലെ ഈ ചിത്രത്തിൽ എങ്ങും നമ്മളെ രോഹിണി ദേവിയെ കാണിച്ചു തരുന്നില്ല. ഇനിയും പറയുകയാണ്, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുടേതാണ് ഏറ്റവും അവസാനം വളരെ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. അപ്പോൾ പറയാണ് രോഹിണീച്ച, ആ രോഹിണി ദേവി എങ്ങനെ മഹാഭാഗ്യശാലിയായിട്ടുള്ള, പിന്നെയോ നന്ദഗോപാഭിനന്ദിത, നന്ദഗോപരാൽ അഭിനന്ദിതയായിട്ടുള്ള, അഭിനന്ദിക്കപ്പെട്ടവളുമായ. അപ്പോൾ മഹാഭാഗ്യശാലിയും നന്ദഗോപരാൽ അഭിനന്ദിക്കപ്പെട്ടവളുമായിട്ടുള്ള രോഹിണീ ദേവി. ഇവിടെ നന്ദഗോപരാൽ അഭിനന്ദിക്കപ്പെട്ടു എന്ന് പറയാൻ കാരണം, നന്ദഗോപർക്ക് പ്രായമേറെ ആയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു ഉണ്ണിയെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നന്ദഗോപർ പ്രത്യേകം അതിന് രോഹിണി ദേവിയെ അഭിനന്ദിച്ചു. കാരണം തനിക്ക് മേലിൽ ഇനി പുത്രൻ ഉണ്ടാകില്ല, തനിക്ക് പ്രായമേറെയായി എന്ന് നന്നായി ബോധ്യമുണ്ടായിരുന്നു നന്ദഗോപർക്കും യശോദാമയ്ക്കും. പക്ഷെ ഇവിടെ ആകട്ടെ രോഹിണി ദേവി ഇപ്പോൾ വസുദേവ പത്നി ആണെങ്കിൽ കൂടിയും ഇപ്പോൾ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് മാറി താമസിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ രോഹിണി ദേവി ഇവിടെ വന്നതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് എന്നാണ്, തനിക്കിങ്ങനെ ഒരു പുത്രനെ കിട്ടിയത്. ഈ രോഹിണി ദേവിയുടെ ഈ ഗോകുലത്തിലെ സാന്നിധ്യം, രോഹിണി ദേവിയുടെ ഭാഗ്യം എന്ന ഘടകം ഒന്നുകൊണ്ടാണ് തനിക്ക് രോഹിണി ദേവിയുടെ സാന്നിധ്യം കൊണ്ട് ഒരു ഉണ്ണിയെ കിട്ടിയത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ രോഹിണി ദേവിയെ നന്ദഗോപർ നന്നായിട്ട് അഭിനന്ദിച്ചു. കാരണം നമുക്കറിയാം, ചൂടുള്ള ഒരു വസ്തു എവിടെ ഇരുന്നാലും അതിൻ്റെ ചൂട് ചുറ്റിനും വ്യാപരിക്കും. അത് അതിൻ്റെ ചുറ്റുപാടുകളെ അനുസരിച്ചല്ല, മറിച്ച് അത് എവിടെ ഇരുന്നാലും, ഇപ്പോൾ നമ്മൾ ചൂടുള്ള ഒരു വസ്തു എടുത്തിട്ട് നമ്മൾ ഈ മുറിയിൽ വെച്ചാലും വേറൊരു മുറിയിൽ വെച്ചാലും അതിൻ്റെ അപ്പുറത്ത് കൊണ്ടുവച്ചാലും പുറത്ത് വെച്ചാലും ഒക്കെ എപ്രകാരമാണോ അതിൻ്റെ ചൂട് ചുറ്റിനും പ്രസരിക്കുന്നത്, അതേപോലെ ഭാഗ്യമുള്ള ഈ രോഹിണി ദേവി നന്ദഗോപരുടെ ഗൃഹത്തിലെത്തിയപ്പോൾ ആ രോഹിണി ദേവിയുടെ ഭാഗ്യമാണ് തനിക്കും കൂടി ലഭിച്ചിരിക്കുന്ന. ആ ഭാഗ്യമെന്ന ഘടകത്തിൻ്റെ ഒരംശം തനിക്കും കൂടി കിട്ടിയത് കൊണ്ടാണ്, തന്നിൽ കൂടി അതിൻ്റെ ആ ഒരു ഭാഗ്യരശ്മികൾ പതിച്ചത് കൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ഒരു ഉണ്ണിയെ കിട്ടിയത്. അതുകൊണ്ട് നന്ദഗോപർ വളരെയേറെ സന്തുഷ്ടനായിട്ട് രോഹിണി ദേവിയെ ധാരാളം അഭിനന്ദിച്ചു. പിന്നെ വേറൊന്നുകൂടി ഇവിടെ വളരെ വ്യക്തമായിട്ടാണ്, വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണമാണ് ഇവിടെ വ്യാസഭഗവാൻ ഓരോ വാക്കുകളും പ്രയോഗിച്ചിരിക്കുന്നത്. പറയുകയാണ് മഹാഭാഗ. രോഹിണി ദേവിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വ്യാസഭഗവാൻ ഉപയോഗിച്ച വാക്ക് അതായിരുന്നു മഹാഭാഗ, മഹാഭാഗ്യശാലിയാണ്. കാരണം ജന്മം കൊടുത്ത വസുദേവർക്കും ദേവകീദേവിക്കും പോലും ഇങ്ങനെ ഒരു ഉണ്ണിയെ ഒന്ന് കൺകുളിർക്കെ കാണുവാനോ അല്ലെങ്കിൽ ജന്മ സംസ്കാര കർമാദികളിൽ പങ്കുകൊള്ളാനുവോ ഉള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇവിടെയാകട്ടെ ഈ ഉണ്ണിയോടൊപ്പം സദാ കഴിയാൻ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് രോഹിണി ദേവിക്കാണ്. വസുദേവരുടെ പത്നിയായിട്ട് ഒരുപക്ഷെ വസുദേവ ഗൃഹത്തിലായിരുന്നു രോഹിണി ദേവി കഴിഞ്ഞിരുന്നതെങ്കിൽ തനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടില്ലായിരുന്നു. ഇവിടെ നമുക്കറിയാം, നമ്മൾ മുൻപേ കണ്ടിരുന്നു അല്ലേ, വസുദേവരുടെ 7ാമത്തെ പുത്രനായ ശ്രീ ബലരാമസ്വാമിയെ രോഹിണി ദേവിയുടെ ഗർഭത്തിലേക്ക് മാറ്റുകയും അങ്ങനെ ആ 7ാമത്തെ ഗർഭം അലസിപ്പോയി എന്നൊക്കെ
വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ആ മായാഭഗവതിയുടെ മായാവിലാസങ്ങളായിരുന്നു ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ആ രോഹിണി ദേവി ഇവിടെ നന്ദഗോപരുടെ ഗൃഹത്തിലായതുകൊണ്ടാണ് ആ ഉണ്ണിയെയും രക്ഷിക്കാനായത്. കംസൻ്റെ കയ്യിൽ നിന്നും ആ ഉണ്ണിയെ രക്ഷിക്കാനായത് തന്നെ ഇവിടെ നന്ദഗോപരുടെ ഗൃഹത്തിലായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഗ്യം തൻ്റെ ഉണ്ണിയെ ലഭിച്ചു എന്ന് തന്നെയല്ല, ഈ വിശ്വത്തിൻ്റെ മുഴുവൻ നായകനായിട്ടുള്ള ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനും ആ ഉണ്ണിയുടെ ഓരോ സംസ്കാര കർമ്മങ്ങളിൽ പങ്കെടുക്കാനും തന്നെയല്ല, ഇവിടെ നമുക്കറിയാം പ്രസവിച്ച് കിടക്കുകയാണ് യശോദാമ്മ. അതുകൊണ്ട് തന്നെ യശോദാമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും എഴുന്നേറ്റ് നടന്ന് നോക്കാനാവില്ല. അപ്പോൾ ഇവിടെ പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത്, അല്ലെങ്കിൽ രോഹിണി ദേവിയുടെ നേതൃത്വത്തിലാണ്, നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്, രോഹിണി ദേവിയാണ് എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്നത്. എല്ലായിടത്തും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഓടി നടക്കുന്നത് രോഹിണി ദേവിയാണ്. അപ്പോൾ ഈ ഭഗവാന്റെ ഇങ്ങനെയൊരു ജനിച്ചപ്പോഴേ ഉള്ള ആദ്യത്തെ സംസ്കാര കർമ്മമായിട്ടുള്ള ഈ ജാതസംസ്കാര കർമ്മം, അവിടം മുതൽ ഇങ്ങോട്ട് എല്ലാ കർമ്മങ്ങൾക്കും കൂടെ നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി എല്ലാം ഭംഗിയായി നടത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാൻ രോഹിണി ദേവിക്ക് മഹാഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ രോഹിണി ദേവി കഴിഞ്ഞില്ല വ്യചരദിവ്യവാസസൃക്കണ്ഠാഭരണഭൂഷിത. കുറച്ച് വലിയൊരു പദമാണ്, നമുക്ക് നോക്കാം. വ്യചരത് ദിവ്യവാസസൃക്കണ്ഠാഭരണഭൂഷിത, ഇങ്ങനെ 2 വാക്കുകളാണത്. നമുക്ക് അടുത്തതും ചെറിയ ചെറിയ വാക്കുകളായിട്ട് അർത്ഥം നോക്കാം. വ്യചരത എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഓടി നടന്നെല്ലാം നടത്തി, വേണ്ട വിധത്തിൽ തന്നെ രോഹിണി ദേവി നടത്തി. പിന്നെ ആ രോഹിണി ദേവിയുടെ കാര്യമാണ് അടുത്ത പറയുന്നത്. ദിവ്യവാസസൃക്കണ്ഠാഭരണഭൂഷിത. ദിവ്യ എന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട, വാസസൃക്കണ്ഠാഭരണം വസ്ത്രങ്ങൾ, കണ്ഠത്തിലുള്ള ആഭരണം എന്ന് പറഞ്ഞാൽ മാല, വളരെ വിശേഷപ്പെട്ട വില കൂടിയ മാലകൾ, വളരെ വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ, പിന്നെ അതുപോലെ തന്നെ മറ്റു കണ്ഠാഭരണങ്ങൾ, ധാരാളം ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടാണ് രോഹിണി ദേവി നന്നേ ഒരുങ്ങി നിൽക്കുകയാണ്. അണിഞ്ഞൊരുങ്ങി അങ്ങനെ ആ ഉത്സവലഹരിയിൽ അങ്ങനെ ശരിക്കും തന്നെ ഒന്ന് അലങ്കരിച്ച് നിൽക്കുകയാണ് ഇവിടെ രോഹിണി ദേവി. അങ്ങനെ ഭൂഷിത, കണ്ഠാഭരണ ഭൂഷിത, തന്നെ അങ്ങോട്ട് അലങ്കരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള വിശേഷപ്പെട്ട ആഭരണങ്ങളും വസ്ത്രങ്ങളും പിന്നെ ധാരാളം കണ്ഠാഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് അണിയിച്ചൊരുക്കി രോഹിണി ദേവി ആ കർമ്മത്തിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന രോഹിണി ദേവി എല്ലായിടത്തും തൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് നല്ല ബോധ്യമുണ്ട്. യശോദാമ്മയ്ക്ക് ആവില്ല ഇപ്പോൾ ഒന്നും എഴുന്നേറ്റ് നടന്ന് ചെയ്യാനായിട്ട്. അതുകൊണ്ട് രോഹിണി ദേവി ആ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാം വേണ്ട വിധത്തിൽ ഓടി നടന്നെല്ലാം ഭംഗിയായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ താനാണ് കേന്ദ്രബിന്ദു എന്ന് നന്നായിട്ടറിയാം ഈ ഉണ്ണിയുടെ സംസ്കാര ചടങ്ങിൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും വിലയേറിയ വിശേഷപ്പെട്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും, നിറയെ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടാണ് അങ്ങനെ അണിഞ്ഞൊരുങ്ങി ഈ ഉണ്ണിയുടെ ജാതസംസ്കാര കർമ്മങ്ങളൊക്കെ വേണ്ട വിധത്തിൽ രോഹിണി ദേവി അവിടെ ഓടിപ്പാഞ്ഞ് നടന്നെല്ലാം വേണ്ട വിധത്തിൽ ചെയ്യുന്നുണ്ട്. ഇതും കൂടി കണ്ടപ്പോൾ നന്ദഗോപർക്ക് ഒന്നുകൂടി അഭിനന്ദിക്കാതിരിക്കാനാവുന്നില്ല. രോഹിണി ദേവിയുടെ ഈ ഒരു ആത്മാർത്ഥമായ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പോരായെങ്കിൽ തൻ്റെ ഉണ്ണിയുടെ ഈ ഒരു ജാതസംസ്കാര കർമ്മം ഈ ഗ്രാമം മുഴുവൻ ആഘോഷിക്കുമ്പോൾ തൻ്റെ പത്നിയല്ല എന്ന് അറിയാമായിരുന്നിട്ടും വസുദേവരുടെ വിയോഗം രോഹിണി ദേവിയെ ഉള്ളുകൊണ്ട് വേദനിപ്പിക്കുന്നുണ്ട് തീർച്ചയായും. എന്നിട്ടും ആ സങ്കടങ്ങളൊന്നും പുറത്തു കാണിക്കാതെ നന്ദഗോപരുടെ ഉണ്ണിയുടെ ജാതകർമ്മം, കാരണം രോഹിണി ദേവിയുടെ പുത്രൻ വസുദേവരുടെ പുത്രനായിട്ടുള്ള ഈ ബലരാമസ്വാമിയുടെ ജാതകർമാഘോഷങ്ങൾക്ക് പിതൃസ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ടത് വസുദേവരാണ്. പക്ഷേ ആ വസുദേവരുടെ സാന്നിധ്യം പോലും ഇല്ലാതെ ആ അസാന്നിധ്യമേൽപ്പിക്കുന്ന നൊമ്പരങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് രോഹിണി ദേവി അവിടെയെല്ലാം പാഞ്ഞു നടന്ന് ഈ പൊന്നുണ്ണിക്കണ്ണൻ്റെ
ജാതസംസ്കാര കർമ്മങ്ങളൊക്കെ വേണ്ട വിധത്തിൽ നിർദ്ദേശങ്ങൾ കൊടുത്ത് എല്ലാം ഭംഗിയായി നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ട് സന്തുഷ്ടനായ നന്ദഗോപർ വേണ്ടുവോളം രോഹിണി ദേവിയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. രോഹിണീ ച മഹാഭാഗ നന്ദഗോപാഭിനന്ദിത വ്യജരദ്ദിവ്യവാസസൃകണ്ഠാഭരണഭൂഷിത. ഇനിയും ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നന്ദഗോപാഭിനന്ദിത, നന്ദഗോപ അഭിനന്ദിതയാണ്, അകാരം നീട്ടിയെടുക്കുക. പിന്നെ വ്യജരദ്ദിവ്യവാസസൃകണ്ഠാഭരണഭൂഷിത, അവിടെ വ്യജരദ്ദിവ്യവാസ, അവിടെ ദാ കൂട്ടക്ഷരമാണ്. അതേപോലെ വാസസൃക്, അവിടെ ഒരു വിസർഗവുമുണ്ട്, അതിനോടൊപ്പം ചേർത്തെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അതേപോലെ കണ്ഠാഭരണ, ഠാ വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കണ്ഠ എന്ന് വരാറുണ്ട്, കണ്ഠാഭരണ ആണ്, അതും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ പാദം മുഴുവൻ തീർത്തും ചേർത്ത് വായിക്കേണ്ടതാണ്, അതും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.